ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഏതാണ്? അയ്യോ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ! എൻ്റെ റൂമിൽ നിന്നുള്ള വ്യൂ ആണിത്. ദേ ഒരു പുഴ ഒഴുകുന്നുണ്ടോ? എൻ്റെ അമ്മേ, എന്ത് ഭംഗിയാ! ശബ്ദം ഭയങ്കരമാണ്. വാട്ടർഫാൾസിലേക്കുള്ള യാത്രയാണ് ഈ വെള്ളം. വെളിയിൽ നിന്ന് ഇങ്ങനെ കുത്തി ഒഴുകുന്നുണ്ടോ? ഭയങ്കര ഒച്ചയാണ്. എൻ്റെ ശബ്ദം കേൾക്കാമോ എന്നറിയില്ല. ഞാനൊരു ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി നിൽക്കുകയാണ്. ഇത് വേറെ ഒരു സ്ഥലവുമല്ല. ദിസ് ഈസ് ദ ബ്യൂട്ടിഫുൾ വാഴച്ചാൽ. ഈ വെള്ളം ഒഴുകി ഒഴുകി പോകുന്നത് വലിയൊരു വാട്ടർഫാളിലേക്കാണ്, ആതിരപ്പള്ളി വാട്ടർഫാൾസ്. അപ്പോൾ ആ വനമേഖലയാണ് ആ ഓപ്പോസിറ്റ് സൈഡൊക്കെ കാണുന്നത്. ഞാനിവിടുത്തെ ഫോറസ്റ്റ് IBയിലാണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഈ മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. എന്ത് നല്ല രസകരമായ, മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ്. പോസിറ്റീവ് വൈബ്സ്. അപ്പോൾ ഇതിപ്പോൾ ഫോറസ്റ്റിൻ്റെ IBയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന്, ഇത് അവരുടെ IB എന്ന് പറയുമ്പോൾ ഇത് അങ്ങനെ പബ്ലിക്കിന് ഓപ്പൺ അല്ല. ഞാൻ അവരുടെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. അത് കാരണം എനിക്ക് ഇവിടെ ഒരു റൂം അവർ അവൈലബിൾ ആക്കി. അപ്പോൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഞാനിന്ന് ഫോറസ്റ്റ് ജീപ്പിൽ പോകാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആനിമൽസിനെയൊക്കെ. അപ്പോൾ നമ്മുടെ ആനയും അങ്ങനെ ഫോറസ്റ്റ് ലൈഫിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെ കാഴ്ചകളാണോ കാണുന്നതെന്ന് ആ കാഴ്ചകളൊക്കെ കുറച്ച് ഒരു എനിക്ക് തോന്നുന്നു ഇനി തൊട്ട് 1-2 ദിവസത്തിനകത്ത് അത് ഓപ്പണാകും, പബ്ലിക്കിനും കൂടി ഓപ്പണാകും. അവിടേക്ക് ഒരു ടൂർ പാക്കേജ് പോലെയൊക്കെ അത് നിങ്ങൾക്കും അപ്പോൾ അതുപോലെ വരാം, ജീപ്പിൽ സഫാരിയൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിനി ഒന്ന് ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ ചെയ്താൽ ചെറിയതായിട്ടൊക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് ഡ്രസ്സൊക്കെ മാറി പോകാം. കാട്ടിലേക്ക് പോകാനുള്ള സെറ്റപ്പിൽ പോവാണ്. രാത്രി വളരെ വൈകിയാണ് എത്തിയത്. നല്ല ഫോറസ്റ്റ് ഏരിയയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇവിടെ എത്തി. അപ്പോൾ ഇവിടെ റൂം ഓൾറെഡി ബുക്ക്ഡായിരുന്നു. അത് കാരണം അങ്ങനെ ഒരുപാട് 3 റൂംസ് മാത്രമേ ഉള്ളൂ. ഒരു കെയർ ടേക്കറുണ്ട്. ഇപ്പോൾ ഡിന്നറൊക്കെ ഇവിടെ നിന്ന് കഴിച്ചു. ചപ്പാത്തി ആൻഡ് ചിക്കൻ എല്ലാം കഴിഞ്ഞു. സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. അയ്യോ, രാത്രി വന്നപ്പോൾ തന്നെ ഈ ശബ്ദം കേൾക്കായിരുന്നു കേട്ടോ. അയ്യോ, ഇങ്ങനെ വെള്ളം ഇങ്ങനെ തട്ടി പാറയിലൂടെ ഒഴുകുന്ന മനോഹരമായ കാഴ്ച, അതിൻ്റെ ശബ്ദമൊക്കെ. അപ്പോൾ ഞാൻ രാവിലെ ആകാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു ഈ ഒരു ബ്യൂട്ടി കാണാൻ ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരാൻ. ഇനിയിപ്പോൾ ഞാൻ റെഡി ആകാൻ പോകുന്നു. എന്നിട്ട് 8:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് അടുത്തൊരു സ്ഥലം വരെ പോകുമ്പോൾ അവിടെ ഫോറസ്റ്റിൻ്റെ ജീപ്പ് വരും. എന്നിട്ട് പിന്നെ അതേ കയറിയാണ് യാത്ര. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നോടൊപ്പം ഉണ്ടാകുക നമ്മുടെ ഈ ആതിരപ്പള്ളി വാഴച്ചാൽ ഏരിയയിലെ ഫോറസ്റ്റ് വിശേഷങ്ങൾ. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ വിട്ടു പോകാനേ തോന്നുന്നില്ല. എന്ത് രസമാണ് ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും മണിക്കൂറുകളോളം. ഒരു കുഴപ്പമില്ല, ഇങ്ങനെ നോക്കി നിൽക്കാം. പക്ഷേ ഇതിൻ്റെ വെളിയിലൊക്കെ കുറച്ച് ആൾക്കാർക്കൊക്കെ ഇങ്ങനെ പോകാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ. ഒരു ഗാർഡൻ ഏരിയയൊക്കെ ഉണ്ട്. ഇതിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡാണ്. ഇതിൻ്റെ തൊട്ട് വെളിയിലാണ്. പക്ഷേ അവിടെ വന്നാൽ ഫോട്ടോസൊക്കെ എടുക്കാം. നമ്മളിപ്പോൾ 8:30 എത്താമെന്നാണ് പറഞ്ഞത്. എന്തായാലും പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. നല്ല സ്റ്റേ ആയിരുന്നു കേട്ടോ ഇവിടെ ഫോറസ്റ്റ് IB. ഈ ഏറ്റവും അടുത്ത് കിടക്കുന്ന സ്ഥലമല്ലേ നമ്മുടെ വാട്ടർഫാൾസിന്. അങ്ങനെ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് ആനക്കല്ല് ഫോറസ്റ്റ് സഫാരിക്ക് പോകാനാണ് പോകുന്നത്. അതാണ് ട്രിപ്പ്. ഇത് വനത്തിൻ്റെ ഉള്ളിലേക്ക് പോകും. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത് കേട്ടോ. ഇതൊരു ജീപ്പിൽ നമ്മളോടൊപ്പം ഇവിടെ വനം വകുപ്പിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. തീർച്ചയായിട്ടും അവരെ നമ്മളെ അക്കമ്പനി ചെയ്യും. അല്ല, നമുക്ക് കാട്ടിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. അവരുടെ തന്നെ ജീപ്പിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് എന്തൊക്കെ കാണുന്നു, എനിക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആ എല്ലാ ഫെസിലിറ്റീസും ഇനി ഇവിടെ വരുന്ന മറ്റു ടൂറിസ്റ്റുകൾക്കും കിട്ടും. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേട്ടോ നമ്മൾ കാട്ടിനകത്തേക്ക് പോകാനായിട്ട് കിട്ടുന്നത്. അപ്പോൾ പോവാം അല്ലേ.
അപ്പോൾ നമ്മൾ വനത്തിനകത്തേക്ക് കയറാൻ പോണു. എൻ്റെ കൂടെ ആളുണ്ടെന്ന് മനസ്സിലായല്ലോ, ജാസ്മിൻ മാഡം മിസ് ചെയ്യുക. പിന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. പിന്നെ ഇത് കൂടാണ്ട് ഇന്നിപ്പോൾ നമ്മുടെ കൂടെ ഒരു ജീപ്പും കൂടി അക്കമ്പനി ചെയ്യുന്നുണ്ട് അഡീഷണലായിട്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ് സ്റ്റാർട്ടിങ് ഓഫാണ്. കുറച്ച് ഇനി അങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞാൽ വനത്തിലേക്ക് നമ്മൾ വനത്തിനെ അടുത്ത് കണ്ടറിയാൻ പോവാണ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അത് ഞാൻ നിങ്ങളിലേക്കും കൂടെ കൺവേ ചെയ്യാം. അപ്പോൾ ഇതുവരെ പ്ലാന്റേഷനിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചത്. ഇത് ആതിരപ്പള്ളി ഫോറസ്റ്റ് ഡിവിഷനാണ് അല്ലേ? ഓക്കെ, പ്ലാന്റേഷൻ ഏരിയ കഴിഞ്ഞു. ഇനി അങ്ങോട്ടാണ് വനം തുടങ്ങുന്നത്. ഈ വനം തുടങ്ങുക എന്ന് പറയുമ്പോൾ ഒരു വനം എന്ന് പറഞ്ഞാൽ എന്തല്ലേ, ഭയങ്കര സെറനിറ്റിയാണ് അതിനകത്ത് ഇഷ്ടം പോലെ ആനിമൽസ് ഉണ്ട്. ഭാഗ്യവും കൂടി വേണം ആനിമൽ സൈറ്റിംഗ് എന്ന് പറയുമ്പോൾ. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ഉണ്ടല്ലോ, വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാധാരണ ടൂറിസ്റ്റുകൾക്ക് ഇവിടെ അപ്രോച്ചബിൾ അല്ല, വരാൻ പറ്റുന്ന സ്ഥലമല്ലായിരുന്നു. അപ്പുറത്തെ സൈഡാണ് നമ്മൾ എപ്പോഴും കാണുന്നത്, ആതിരപ്പള്ളി വാട്ടർഫാൾസും വാഴച്ചാല ആ ഒരു വെള്ളം ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ. പക്ഷേ ഇനി ഈ സൈഡിൽ നിന്നുള്ള ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഒരു വ്യൂ നമുക്ക് കിട്ടും. കണ്ടോളൂ, ഇവിടെ ഇങ്ങനെ ഒരു അതിർത്തി പോലെ കാണുമ്പോൾ അറിയാം, അതൊരു ചങ്ങലയൊക്കെ ഇട്ടിരിക്കുന്ന ഒരു ഏരിയ ആണ്. അതാണ് ഒരു ബോർഡർ. ഇനി അങ്ങോട്ടാണ് പോകുന്നത്. അങ്ങനെ ഡീപ്പ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യത്തിൽ ഫോറസ്റ്റിൻ്റെ ആൾക്കാർ കൂടെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ ധൈര്യം. അപ്പോൾ ഇതിപ്പോൾ നിർത്തിയിരിക്കുന്നത് ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ ചാലക്കുടി പുഴയുടെ ഇപ്പുറ സൈഡിലാണ് നിൽക്കുന്നത്. ആതിരപ്പള്ളി വാട്ടർഫാൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ ഈ സൈഡ് ആരും കണ്ടിട്ടില്ല കേട്ടോ, എല്ലാവരും അപ്പുറത്തെ സൈഡേ കണ്ടിട്ടുള്ളൂ. അത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് നമ്മളെപ്പോഴും കാണുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയുടെ ഭാഗത്താണ്. അപ്പോൾ ഇങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെയൊക്കെ ചില സമയത്ത് മുതല ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന ഏരിയ എന്നാണ് പറയുന്നത്. മുതല ഇങ്ങനെ ഈ പാറയുടെ ഇടയിലൊക്കെ വന്നിരിക്കുമല്ലേ ഈ സൈഡിലൊക്കെ. നമ്മുടെ ജീപ്പ് അവിടെ മേളിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഈ ഭാഗത്തേക്ക് ഇറങ്ങുകയാണ്. കൂടെ ആളുണ്ടല്ലോ, പേടിക്കണ്ട. ഇവിടെയൊക്കെ മുതല വന്ന് റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ്. ചാലക്കുടി പുഴ, കടുവ, അരടി, പുലി, ആന, കാട്ടുപോത്ത്, രാജവെമ്പാലയുണ്ട്. ആണ്. ഇത് ചാലക്കുടി പുഴ. ഇത് മറ്റേ വെള്ളപ്പൊക്കം വന്ന സമയത്തൊക്കെ നിറഞ്ഞൊഴുകുമായിരുന്നു അല്ലേ. ഇതിപ്പോൾ വേനലാണ്, കുറച്ച് ലോ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് മുതലേ നമുക്ക് കാണാൻ പറ്റണം സാധാരണഗതിയിൽ അല്ലേ. അവനിങ്ങനെ വന്ന് ആ കവാറപ്പുറത്തൊക്കെ റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞ വെയിൽ കൊള്ളാനായിട്ട് ഈ സമയത്ത്. ജസ്റ്റ് പോയിക്കോളും, നമ്മളെ കാണുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങിപ്പോവും. ഇവിടെ ഈ ഫോറസ്റ്റിനകത്ത് എല്ലാ വന്യജീവികളും ഉണ്ട്. പിന്നെ എന്താ പറയുക, ലെപ്പേർഡ്, കരടി, പിന്നെ ആന ഇഷ്ടം പോലെ, രാജവെമ്പാല, കാട്ടുപോത്ത്, മാനുകൾ പലതരം, മ്ലാവ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കാണുക എന്നുള്ളതൊരു ലക്കും കൂടിയാണ് കേട്ടോ. പക്ഷേ എന്തായാലും ആനയെ കാണാൻ പറ്റുമെന്നുള്ള ഉറപ്പിച്ചിട്ടുണ്ട്, കാര്യം അത്രയ്ക്ക് പ്രസൻസ് ഉണ്ട് ഇവിടെ. ഇതുവരെയും വനം വകുപ്പിൻ്റെ ജീപ്പ് പോകണു, അവരുടെ ആൾക്കാരേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ പോവുകയാണെങ്കിലും അവരുടെ ഫോറസ്റ്റിൻ്റെ ജീപ്പിൽ തന്നെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. എങ്കിലും അവരെ ശല്യപ്പെടുത്താത്ത രീതിയിൽ നമുക്ക് കണ്ടുപോകാൻ പറ്റും. അതാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ഇവരിങ്ങനെ പ്ലാൻ ചെയ്തത്. നന്നായി നിങ്ങളങ്ങനെ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചത്, നമുക്ക് കാണാൻ പറ്റിയല്ലോ. അതായത് ഈ ഒരു ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ മുതൽ ഇതെല്ലാം കവർ ചെയ്ത് പറമ്പിക്കുളത്തെ വനം, ഇതെല്ലാം കൂടെ ഒറ്റ ഏരിയയിലായിട്ടാണ് ഈ വനം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. അത്രയും വലിയൊരു ഏരിയ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആനിമൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഇറങ്ങുന്നു, വീണ്ടും കയറുന്നു. ഇനി ആനയെ കാണുമ്പോൾ ഇറങ്ങുമൊന്നുമില്ലല്ലേ, നമ്മൾ വാഹനത്തിൽ ഇരുന്നായിരിക്കും ഷൂട്ട് ചെയ്യുന്നത്.
അങ്ങനെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മറ്റൊരു മുഖം കാണാൻ പോണു ഈ സൈഡിൽ നിന്ന്. ഇപ്പോൾ താഴേക്ക് ഇറങ്ങി പോവാം. അയ്യോ എന്ത് ഭംഗിയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കാണാം ടൂറിസ്റ്റുകളൊക്കെ ആ സൈഡിൽ നിന്ന് വരുന്നത്. എപ്പോഴും നമ്മൾ ടിക്കറ്റ് എടുത്ത് എൻട്രി വരുന്ന ആ ഒരു സൈഡാണ്, ഓപ്പോസിറ്റ് സൈഡ്, ജസ്റ്റ് ഓപ്പോസിറ്റ്. ഇതൊരു വെർജിൻ ഫോറസ്റ്റാണ് ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത് ഫോറസ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ പ്രോജക്റ്റാണ്. ഇങ്ങനെ ടൂറിസ്റ്റുകൾക്കൊരു എൻട്രി കൊടുക്കുകയാണ് ഇവിടെ. നമ്മൾ താഴേക്ക് പോവാം കേട്ടോ, ആ വാട്ടർഫാൾസിൻ്റെ ആ ഭാഗത്തേക്ക്. ഫസ്റ്റ് എക്സ്ക്ലൂസീവ് വിഷ്വൽ ഓഫ് ആതിരപ്പള്ളി ഫ്രം ദ അതർ സൈഡ്, വാട്ടർഫാൾസ്. എന്റെ ദൈവമേ, ഈ വെള്ളമൊക്കെ അവിടെ നിൽക്കുമ്പോൾ അത്രയും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല. അത്ര കുറവായിട്ട് വേണം. അങ്ങനെ ആദ്യമായിട്ട് ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ മറുസൈഡിൽ നിന്ന് നമ്മൾ ഫോൾസ് കാണുന്നു. ആ സൈഡിൽ ടിക്കറ്റ് എടുത്ത് ഫോൾസ് കാണാൻ പോകുന്ന ആൾക്കാരാണ്. ആ കാണുന്ന ക്രൗഡൊക്കെ കാണാമോ എന്ന് എനിക്കറിയില്ല, അവിടെ നോക്കിക്കോളൂ. അവർക്കെല്ലാം കാണാൻ പറ്റുന്ന ആ സൈഡിൽ നിന്നുള്ള വാട്ടർഫാളിൻ്റെ ആ ദൃശ്യങ്ങളാണ്. ഇത് മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ സൈഡ് ആരും കണ്ടിട്ടില്ല കേട്ടോ, ഞാനിത് ഫസ്റ്റ് ടൈം. അയ്യോ, എനിക്ക് ഭയങ്കര ത്രില്ലായിരിക്കുന്നു. ആ സൈഡിലാണ് റിസോർട്ടുകളും എല്ലാം. ഈവൻ നമ്മൾ താമസിച്ച IB പോലും ആ സൈഡാണ്. ഇത് അതിൻ്റെ മറു സൈഡ് ഇങ്ങനെ കുത്തി ഒഴുകുന്നുണ്ടോ. ഇത് താഴെ പോയി നിന്ന് നമുക്ക് മറ്റൊരു വ്യൂവും കൂടി കാണാം. ഇതിൽ പരം മനോഹരമായ എന്ത് ദൃശ്യമാണ് കാണാനുള്ളത്. ഈ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ടോപ്പ് ആംഗിളിൽ നിന്ന് നമ്മൾ ഈ സൈഡിൽ നിന്ന് കാണുന്നു, എറണാകുളം ജില്ലയിൽ നിന്നും. അതൊരു റെയിൻബോ ഇങ്ങനെ താഴേക്ക് ഫോം ചെയ്ത് നോക്കി വെയിലടിക്കുമ്പോൾ ആ വാട്ടർഫാൾസിൻ്റെ ആ റെയിൻബോയും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു രക്ഷയില്ല. ഇത് മേളിൽ നിന്നുള്ള ടോപ്പ് ആംഗിൾ വ്യൂ ആണ്, നമുക്ക് താഴെ നിന്നും കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജംഗിൾ സഫാരി എടുക്കുന്നവർക്ക് ഇതുപോലെ ഒരു എക്സ്ക്ലൂസീവ് വ്യൂ കിട്ടും ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ. നമ്മൾ കാട്ടിനകത്താണെന്നുള്ള കാര്യം മറക്കണ്ട. അതായത് വാട്ടർഫാൾസ് കാണാൻ താഴേക്ക് ഇറങ്ങി വന്നാണ്, ജീപ്പൊക്കെ മേളിൽ കിടക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെ ഈ വനത്തിൽ ഇങ്ങനെ നടക്കുമ്പോൾ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തൊരു പമ്പ് ഹൗസ് ഉണ്ടായിരുന്നു പറയുന്നത് ഈ ഭാഗത്ത്. അതിൻ്റെ റിമെയിൻസ് ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് കാണാം. ഇത് സാധാരണയായിട്ട് ഈ പാക്കേജിൽ ഒരു പക്ഷേ ഇത് കാണിക്കില്ല, ട്രെക്കിംഗ് പാക്കേജിൽ ഇവിടവും കൊണ്ടുവരും. ഇവിടെ പാമ്പിൻ്റെ പ്രസൻസ് ഒക്കെ എടുത്ത് നോക്കിയ മരത്തിൽ ഒരു പാമ്പിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ സ്കിന്ന് ഊരിയിട്ടത് പോയതായിട്ട് കാണാം, പാമ്പിൻ്റെ ചട്ട. അപ്പോൾ ഇവിടുത്തെ ഒരു ലക്ഷണമെല്ലാം കണ്ടിട്ട് ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട്. പിന്നെ ഇങ്ങനെ ഒരു കെട്ടുണ്ട്, ഒരു കരികൽ കെട്ട് പോലെ കണ്ടില്ലേ, പാറക്കെട്ട്, ഇങ്ങനെ ഒരു തിട്ട മാതിരി. അപ്പോൾ ഇതൊരു ചെക്ക് ഡാം ആയിരുന്നിരിക്കാം ഒരു സമയത്ത് ഈ ഭാഗത്ത്, ബ്രിട്ടീഷ് പീരീഡിൽ. അതിൻ്റെ കുറച്ച് റിമെയിൻസാണ് ഈ കാണുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയേ നിറച്ച ആൾക്കാർ. അതാണ് നമ്മുടെ ഒഫീഷ്യലി പോകാൻ പറ്റുന്നൊരു സ്ഥലം. ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാൻ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആൾക്കാരാണ്. അവിടെ കയറെല്ലാം കെട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു വനമല്ലേ കാണുന്നത്, ഒരു വലിയ വനമേഖല. ആ വനമേഖലയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നിങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ ഒരു പാക്കേജിൽ പങ്കെടുത്താൽ വരാൻ പറ്റും. ഇതാണ് ആ പമ്പ് ഹൗസിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണുന്നത്. അതുപോലെ ആ ചെക്ക് ഡാമിൻ്റെ അവശിഷ്ടങ്ങളായിട്ട് കാണുന്നത് ഈ കെട്ടാണ്, കരിങ്കല്ലിൻ്റെ കെട്ട്. അങ്ങറ്റം വരെ ഏതാണ്ട് പകുതി വരെ ഉണ്ട്. ബേസ്മെൻറ്റ് പോലെ കാണാം നമുക്കിപ്പോൾ. ബാക്കിയെല്ലാം പോയി. എന്ത് രസമല്ലേ, ചാലക്കുടി പുഴ ഇങ്ങനെ ഒഴുകുന്നു. അങ്ങനെ പഴയ ചെക്ക് ഡാം ആൻഡ് പമ്പ് ഹൗസിൻ്റെ അവിടെ വന്ന് അങ്ങോട്ട് ഇരിക്കുക ഞാൻ.
എൻ്റെ കൂടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. ഇവിടെ എല്ലാം സ്നേക്സ് എല്ലാം ഉണ്ട്. പക്ഷേ ആൾക്കാർ വരുമ്പോൾ അതൊക്കെ മാറിപ്പോവും. വേറെ പ്രശ്നമൊന്നുമില്ല. 10-80 വർഷം പിന്നിലേക്ക് സഞ്ചരിക്കുമ്പോഴേ ഈ കഥയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് ചരിത്രത്തിൻ്റെ ഭാഗം. ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊരു ചെക്ക് ഡാമിൻ്റെ പോർഷൻ. അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ കാണാം എപ്പോഴും. ഈ കണ്ടില്ലേ, ഞാനിപ്പോൾ നിൽക്കുന്നതാണ് ആ ഒരു പമ്പ് ഹൗസിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊരു മോണിമെൻറ്റ് പോലെ ഇങ്ങനെ നിൽക്കുക. പക്ഷെ ഇതൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടോ. ഓൺലി ഫോറസ്റ്റ് ആൾക്കാർ മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പം നമ്മൾ കണ്ടു തുടങ്ങുന്നു. അപ്പോൾ ഞാൻ കണ്ടു, ഇനി നിങ്ങളും കാണുന്നു. ഞാനിപ്പോൾ ഒരു ചെറിയ ട്രക്കിങ്ങും കൂടിയായി. നല്ല എക്സസൈസ്. കുറച്ച് നടന്നു. വെള്ളമൊക്കെ കുടിച്ചിട്ട് ഇനി ജീപ്പിലല്ല, താഴേക്ക് ട്രക്ക് ചെയ്ത് ഇറങ്ങാം. വാട്ടർഫാൾസിൻ്റെ അടിഭാഗത്തേക്കാണ് നമ്മൾ പോണേ. അയ്യോ, അത് കുറേ കൂടെ ഭംഗിയായിരിക്കും. മേളിൽ നിന്ന് കണ്ടു, ഇത് താഴ്ന്ന. അമ്മോ, കാലടിച്ചു. ഓ, മുട്ടിടിച്ചു. ഓ, ഇവിടെ ഒരഞ്ഞു. എൻ്റെ അമ്മോ, ഞാനെന്മേൽ കളിയാണ്. ഇത് ഫോറസ്റ്റുകാർ മാത്രം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വഴിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരാൾ അല്ലാതെ വരുന്നത്. പ്ലസ് ഇത് ക്യാമറയിൽ ഫസ്റ്റ് ടൈമാണ് ഈ പ്രദേശമൊക്കെ പതിയുന്നത്. എക്സ്ക്ലൂസീവാണ് ഈ കാര്യങ്ങൾ. എനിക്ക് പേടി. ഓക്കെ, ശബനയും കൂടെ കൊണ്ടുപോകും ഞാൻ. ഇതൊരു അഡ്വഞ്ചർ ആണല്ലേ. അഡ്വഞ്ചർ ജംഗിൾ സഫാരിയായി മാറിക്കൊണ്ടിരിക്കുന്നു. നല്ല കുത്തറക്കിലേക്ക് ഇറങ്ങി പോകുന്നത്. അങ്ങനെ നല്ല ഇറക്കത്തിലേക്ക്. ഇത് നോക്കിയേ, മഴ പെയ്താൽ നനയില്ല. വാട്ടർഫാൾസിൻ്റെ തൊട്ട് താഴെയാണ് ആതിരപ്പള്ളി വാട്ടർഫാൾസ്. ദ അതർ സൈഡ്. ഇവിടെ ഈ ആദിവാസി ട്രൈബൽ ആൾക്കാരൊക്കെ ഫിഷിങ്ങിന് വരുമ്പോൾ അത് അവരിവിടെ വന്ന് സാധനങ്ങൾ വയ്ക്കും, അവരിയ്ക്കും എന്നൊക്കെ പറയുന്നു. പിന്നെ അതുപോലെ ട്രൈബൽ പീപ്പിൾ അകത്ത് കാടിൻ്റെ പ്രോഡക്ട്സ്, അവർക്ക് അവകാശപ്പെട്ട കാര്യങ്ങളൊക്കെ എടുക്കാൻ, തേന് അങ്ങനത്തെ കാര്യങ്ങൾ, അപ്പോഴും എന്താ പറയുക, ഫോറസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ എടുക്കാൻ വരുമ്പോൾ ഇവിടെ കൊണ്ടുവയ്ക്കും, അവർ സോർട്ട് ചെയ്യും. അല്ലേ, ഇതെന്തായാലും ഒരു വലിയൊരു സംഭവമാണ്. മഴ പെയ്താൽ നനയാതിരിക്കാൻ. ഫോൾസ് തൊട്ടടുത്താണ്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാനൊന്ന് റെസ്റ്റ് എടുത്താണ്. എൻ്റെ കാൽ മുട്ടൊന്ന് ചെറുതായിട്ട് ഇടിച്ചു ആ പാറയിൽ ഇറങ്ങി വന്നപ്പോൾ. ഇത് നമ്മൾ ആ ഫോൾസിൻ്റെ സൈഡിലേക്ക് ഒന്ന് പോവാം, താഴേക്ക്. ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അതർ സൈഡ് താഴെ അടുത്ത് വന്നിക്കത്. അതാ ഫോൾസ് കാണുന്നുണ്ടല്ലോ. ഞാൻ അതിൻ്റെ ഏതാണ്ട് അറ്റം വരെ വന്നു കഴിഞ്ഞു. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അല്ലേ, വെള്ളത്തിൻ്റെ കുറച്ചിങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ഇങ്ങനെ വീഴുന്നുണ്ട് കേട്ടോ. ആ തെറിച്ചിട്ടിങ്ങനെ അവിടെ നിന്ന് മഴവെള്ളം പോലെ സ്പ്രിങ്കിൾ ചെയ്ത് കിട്ടുന്നുണ്ട് വാട്ടർ.
അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴത്തെ ഭാഗത്ത് വന്ന് നിൽക്കുന്നു. ഇത്ര നേരം നമ്മൾ മേളിൽ നിന്നും കണ്ടു, എന്നിട്ട് ആ ഇറങ്ങി താഴെ വന്നിട്ട് തിരിച്ചിങ്ങനെ കയറി പോകുന്നത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഓ മൈ ഗോഡ്. പക്ഷേ ഇതൊരു ഭയങ്കര അഡ്വഞ്ചർ സഫാരി ആയിരിക്കും നിങ്ങൾ വരികയാണെങ്കിൽ. എനിക്ക് ഓരോ പ്രാവശ്യം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്കും അത് അനുഭവിക്കാൻ പറ്റുമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു പ്ലഷർ അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പിന്നെ പറയുന്നത്. ഈ ഭാഗമൊന്നും ആരും കാണാറില്ല കേട്ടോ. അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണുന്നത് അപ്പുറത്തെ സൈഡിലെ വാട്ടർഫാൾസാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതാണ് കൂടുതൽ ഫോഴ്സിൽ വെള്ളം വീഴുന്നത്. എന്തായാലും ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ താഴെ വന്ന് ഇത്രയും അടുത്ത് ആർക്കും ഇരിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവൺ ഷൂട്ട് നടക്കുമ്പോഴും ആ സൈഡിലാണ് അവരെല്ലാം വന്ന് ഇതിൻ്റെയൊക്കെ സെറ്റിട്ടുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും സെറ്റൊന്നും അല്ലല്ലോ, നമ്മൾ ഒറിജിനലായിട്ട് ഫാൾസിൻ്റെ താഴെ ഇപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ മഴവെള്ളം വീഴുന്ന പോലെ ഇങ്ങനെ അതിൻ്റെ മിശ്രം അടിക്കുന്നുണ്ട്, അങ്ങനെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഓ എന്തോ രസമാണ്. ഇങ്ങനെയാണ് നേച്ചറിനെ നമ്മൾ തൊട്ടറിയുന്നത്. കാടിൻ്റെ അകത്ത് വന്യമായ സൗന്ദര്യം എന്നൊക്കെ പറയില്ലേ, അയ്യോ രക്ഷയില്ല. പക്ഷേ നമ്മൾ ഒറ്റയ്ക്കൊന്നും ഒരിക്കലും ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓൺലി വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർ എക്സ്ക്ലൂസീവ് പാക്കേജായിട്ട് തരുന്നതുകൊണ്ട് മാത്രം നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കിട്ടുന്ന അവസരം നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെ ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഫുട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം. ഇതുവരെയും ഒരു ക്യാമറയും ഇവിടെ ചലിപ്പിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരിന് ഫോറസ്റ്റിൻ്റെ ആൾക്കാർക്ക് മാത്രം പ്രവേശനം. പിന്നെ ഇവിടുത്തെ ട്രൈബൽ സെറ്റിൽമെൻറ്റിലെ ആൾക്കാർക്ക് മീൻ പിടിക്കാനൊക്കെ വരും, കാട്ടിലെ പ്രോഡക്റ്റ്സൊക്കെ എടുക്കാൻ വരും, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പുറത്തുനിന്ന് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇതൊരു ടൂറിസ്റ്റ് പാക്കേജായിട്ട് അറിയാമല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഒരു സഫാരിയാണ്, ജംഗിൾ സഫാരിയാണ് ഓപ്പൺ ആവുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇതേപോലെ വാട്ടർഫാൾസിൻ്റെ മുകൾ ഭാഗത്തും പോകാം, താഴ്ഭാഗത്തും വരാം, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം, റീൽസ് എടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. എക്സ്ക്ലൂസീവായിട്ട് എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ, അയ്യോ രക്ഷയില്ല. ഇപ്പം നമ്മൾ വന്നതിനെക്കാട്ടിലും വെള്ളം കൂടിയിട്ടുണ്ട്. അവിടെ മേലെ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്നൊരു ഡാമുണ്ട് കേട്ടോ, ഒരുപാട് പിന്നിലായിട്ട്. ഡാം കുറച്ച് തുറന്ന് വിട്ടു എന്ന് തോന്നുന്നു, വെള്ളം ഇങ്ങനെ താഴെ പോകും. പിന്നെ ഇടയ്ക്ക് വെള്ളപ്പൊക്കം വന്ന സമയമുണ്ടല്ലോ, ഫ്ലഡ്സിൻ്റെ, ആ സമയത്ത് നമ്മൾ ഇരിക്കുന്ന ഈ ഭാഗത്തെല്ലാം വെള്ളമായിരുന്നു. ചാലക്കുടി പുഴ ഇങ്ങനെ നിറഞ്ഞൊഴുകുമായിരുന്നല്ലോ. ഇതെനിക്ക് ഭയങ്കര മെമ്മറബിളായിട്ടുള്ളൊരു സ്ഥലമാണ്. കാര്യം ഞാൻ +2 സെൻട്രൽ സാച്ചി പഠിക്കുന്ന സമയത്ത് ഇവിടെയാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് പിക്നിക്ക് വന്നത്, ഈ ഒരു വാഴച്ചാൽ ഭാഗത്ത്. അന്ന് ആതിരപ്പള്ളി വാട്ടർഫാൾസ് ഇത്രയൊന്നും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ഇരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അത് നമ്മളെല്ലാവരും എപ്പോഴും പോകുന്ന ഏരിയ. അവിടുത്തെ 2-3 വലിയ റിസോർട്ടുകൾ കാണാം ഇവിടെ നിന്ന്. അവരുടെ പ്രൈം പ്രോപ്പർട്ടീസാണ്. റെയിൻ ഫോറസ്റ്റ് എന്ന റിസോർട്ട്, വേറെ ഏതൊരു പേര് എനിക്ക് ഓർക്കുന്നില്ല. അവർക്കെല്ലാം ഉള്ള എക്സ്ക്ലൂസീവ്നെസ് എന്ന് വെച്ചാൽ അവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും ഈ ഒരു വാട്ടർഫാൾസ്. അപ്പോൾ ഈ റിസോർട്ടുകളുടെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്നൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വാട്ടർഫാൾസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ അവർക്കുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മേളിലും താഴെയെല്ലാം വന്ന് വ്യൂ കണ്ടുകൊണ്ടിരിക്കാൻ, ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം, അങ്ങനെ നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഇരിക്കുന്നതിൻ്റെ അകത്തേക്ക് ഒരു വലിയ ഗുഹയുണ്ട് കേട്ടോ ഈ ഭാഗത്ത്, വേണമെങ്കിൽ അതിനകത്തേക്കൊക്കെ നടന്ന് കയറാം. ഇനി പക്ഷേ ഞാനിനി തിരിച്ച് കയറുന്ന കാര്യമാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ഒരു ഇറങ്ങി വന്നേ, ഇനി വലിഞ്ഞ് കയറണം വെള്ളേക്ക്. എന്നിട്ട് നമ്മുടെ ബാക്കി സഫാരിയുടെ ബാക്കി ഭാഗം കംപ്ലീറ്റ് ചെയ്യണം. ജീപ്പ് ഈസ് വെയിറ്റിംഗ് ദർ. ഓക്കെ, ആന വരുന്ന മേഖലയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നു. ഉൾവനത്തിലാണ്, പക്ഷേ നമ്മൾ സേഫാണ്. ഫോറസ്റ്റിൻ്റെ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ ജംഗിൾ സഫാരിയിൽ ഇതേപോലെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടാവും. നല്ലൊരു കുത്തിറക്കായിരുന്നു അവിടെ നിന്ന് കയറി. അപ്പോൾ ഒരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഇതിൻ്റെ കൂടെ എക്സ്ട്രാ കിട്ടുകയാണ്. അപ്പോൾ ഇനി ജീപ്പിലേക്ക് കയറാം. ഓക്കെ, നമ്മൾ ആനയെ സൈറ്റ് ചെയ്ത് തുടങ്ങി. ഇതേ ഈ ഇടത് സൈഡിൽ നമുക്ക് പോകുമ്പോൾ പക്ഷെ ഭയങ്കര ശബ്ദമില്ലാണ്ട് പോകണം ആ സമയത്ത്. ഓക്കെ, അവരെയും കൂടി കിട്ടും. അപ്പുറത്തെ സൈഡിലും ഉണ്ട്, പോയാലോ? അതൊക്കെ വണ്ടി എടുക്കാൻ പറ്റില്ലേ? അവൻ അങ്ങോട്ടാ പോകുന്നേ, അവൻ അങ്ങോട്ട് പോകണു, മറ്റവരിങ്ങോട്ട് പോകണു, എല്ലാവരും പോയി. ഇനി അടുത്തത് ട്രക്കിങ്ങിന് താല്പര്യമുള്ള ആൾക്കാർക്ക്
ഇതിനകത്തും കുറച്ച് ട്രക്കിംഗ് ഉണ്ട്. നമ്മൾ താഴോട്ട് മുകളിലോട്ടൊക്കെ കയറുന്നുണ്ടല്ലോ വെള്ളച്ചാട്ടമൊക്കെ കാണാനായിട്ട്. ഇതല്ല, എക്സ്ക്ലൂസീവ് ഒരു 4.5 കിലോമീറ്ററും ട്രക്കിംഗ്, അങ്ങോട്ട് 4.5 കിലോമീറ്റർ തിരിച്ചുള്ള ട്രക്കിങ്ങും. അത് നാടുകാണി മല വരെ കൊണ്ടുപോകും. ഈ കാട്ടിനകത്ത് കൂടി ഇങ്ങനെ പോകും. അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ മൃഗങ്ങളെയൊക്കെ ഇടയ്ക്കൊക്കെ കാണാം. പിന്നെ അത് മാത്രമല്ല, അവിടെ ചില കേരളത്തിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് തേക്കുകളിൽ 2ാമത്തെ സ്ഥാനമുള്ള ഒരു വലിയ തേക്കുണ്ട് അവിടെ, അതെല്ലാം കാണാം. അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് പാക്കേജാണ്. അതിന് വലിയ പൈസയൊന്നുമില്ല, 1500 പെർ ഹെഡാണ് അവർ ചാർജ് ചെയ്യുന്നത്. തിരിച്ച് വരുമ്പോൾ ക്യാമ്പ് ഷെഡിൽ കൊണ്ടുപോയിട്ട് ഭക്ഷണം, സ്നാക്സും റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകും. അത് ഒരു പാക്കേജ്. അപ്പോൾ നിങ്ങളുടെ ആ പാക്കേജ് ഇപ്പോൾ ജംഗിൾ സഫാരി പാക്കേജ് ആണെങ്കിൽ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്? അത് 6 പേരുടെ ഗ്രൂപ്പിന് 10,000. 6 പേരുള്ള ഗ്രൂപ്പ്, അതായത് ഒരു ജീപ്പിൽ കൊണ്ടുപോകും. അവരുടെ ജീപ്പിൽ 6 പേരുള്ള പാക്കേജാണ് 10,000. 6 പേർക്കും കൂടെ ചേർന്ന് 10,000. ഒരു ഫാമിലി ആയിട്ട് ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ. ഇനി ഇൻഡിവിജ്വലായിട്ട് വരികയാണെങ്കിൽ 2,500 അല്ലേ? ഒരു പെർ പേഴ്സൺ 2,500 അങ്ങനെ കൊണ്ടുപോകും. അതിലും റിഫ്രഷ്മെൻറ്റ് വരും. ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഞാൻ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് തന്നെയാണ്. അതായത് നമ്മുടെ അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് തുടങ്ങും. പക്ഷേ ബുക്കിംഗ് അവിടെയല്ല. ബുക്കിംഗ് വാഴച്ചാൽ ഡിവിഷൻ ഓഫീസിലാണ് ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്യണം. കാര്യം ഇത് ഭയങ്കര ഡിമാൻഡുള്ള കാര്യമാണല്ലോ. അപ്പോൾ കുറച്ച് ആൾക്കാരെയല്ലേ ഒരു ഗ്രൂപ്പിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രാവിലെയും ഇപ്പോൾ അവർ ഫുള്ളായിട്ട് എത്ര പ്രാവശ്യത്തെ ട്രിപ്പെന്ന് കറക്റ്റ് ആയിട്ടില്ല തോന്നുന്നല്ലേ. എനിവേ രാവിലെയും വൈകുന്നേരം ഓരോ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കൊരു ഒരെണ്ണം കൂടി വന്നാൽ കൊള്ളാം അല്ലേ, അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ തിരക്ക് വരുമ്പോൾ എന്ത് ചെയ്യും. അപ്പോൾ ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാടിനെ തൊട്ടറിയാനുള്ളൊരവസരം, മൃഗങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാതെ, കാടിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസർ കൂടെ ഉണ്ടാകും. അവർ കൊണ്ടുപോകുന്ന വഴിയിലൂടെ തന്നെ അവരുടെ വാഹനത്തിൽ പോകുന്നു. ഇതാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് ട്രക്ക് ചെയ്ത് 4.5 കിലോമീറ്റർ. ട്രക്കിംഗ് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമ്മൾക്ക് ചുറ്റും. അത് അതിന് പറ്റിയ സ്ഥലമാണ്. ഫോറസ്റ്റിലൂടെ ട്രക്ക് ചെയ്യാൻ സാധിച്ചാൽ അതിൽ കൂടുതൽ എന്താ വേണ്ടത്? നല്ല ശുദ്ധമായ വായുവൊക്കെ ശ്വസിച്ച് മരങ്ങളെയും മൃഗങ്ങളെയൊക്കെ കണ്ടുപോകാം. നാച്ചുറൽ ഫ്ലോറ ആൻഡ് ഫോണ, അത് തന്നെയാണ് അതിൻ്റെ കറക്റ്റ് രീതി. കിളികളുടെ ശബ്ദമൊക്കെല്ലാം കേട്ട്, കാടിൻ്റെ ശബ്ദം കേട്ട് പോകാമെന്ന് പറയുമ്പോൾ അതൊരു സുഖമാണ്. നമുക്ക് ഏറ്റവും പീസ്ഫുള്ളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് റിജുവനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഫോറസ്റ്റ്, നോ ഡൗട്ട്. ഇവിടെ എല്ലാം ആന ഫുഡ് കഴിക്കാൻ വരുന്നൊരു ഏരിയയാണ്. ഈ ഭാഗത്തൊക്കെ സാധാരണയായിട്ട് എപ്പോഴും കാണും. ചില സമയങ്ങളിലാണ് അവർ കൂടുതലായിട്ട് വിസിബിൾ ആകുന്നത്. ഇതാണ് ലാസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. ഇവിടെയാണ് ഭക്ഷണം, ചായയും സ്നാക്സും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലാസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത്. ഈറ്റക്കാട്ടിനകത്തു കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ, ഇവിടെ ശരിക്കും ആനയുടെ ഒക്കെ ഏരിയയാണ്. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ക്യാമ്പ് ഷെഡിൻ്റെ വളരെ അടുത്തുള്ള കുറച്ച് ഏരിയയും കൂടെ നമ്മൾ കവർ ചെയ്യും. അതായത് ഇത് ആനക്കല്ലിൻ്റെ ഏരിയയാണ്. ആനക്കല്ലെന്ന് ഇത് ട്രൈബൽ പീപ്പിൾ കൊടുത്ത പേരാണ് ആനക്കല്ല്. കാരണം ഇവിടെ ആനയുടെ പ്രസൻസ് എപ്പോഴും ഉള്ള സ്ഥലമാണ്. ഓൾവേസ് മൃഗങ്ങൾ, ആന മാത്രമല്ല കാട്ടുപോത്തും എല്ലാവരും ധാരാളം ഉണ്ട് ഇവിടെ. ഇപ്പോൾ ശരിക്കും കോർ ഏരിയയിലാണ് നിൽക്കുന്നത് കേട്ടോ, വനത്തിൻ്റെ. അധികം ശബ്ദമൊന്നും ഇല്ലാണ്ട് ജീപ്പ് ഓഫ് ചെയ്തിട്ടിട്ട് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഈ ഏരിയ കംപ്ലീറ്റ് കാട്ടുപോത്തും ആനയും എപ്പോഴും വരുന്ന സ്ഥലമാണ്. ആനക്കല്ലെന്ന് പറഞ്ഞ പോയിൻ്റാണ്. ഇവിടേക്കാണ് കൊണ്ടുവരുന്നത്. അധികം ശബ്ദം ഉണ്ടാക്കാതെ ഇറങ്ങി നിൽക്കാം. ആന വരികയാണെങ്കിൽ തിരിച്ച് ഓടിക്കാറ്. എന്ത് രസമല്ലേ വനത്തിനകത്ത്. എൻ്റെ ഒറ്റയ്ക്ക് വരാനും പറ്റില്ല. ഇപ്പോൾ സമ്മർ ടൈം ആയതുകൊണ്ട് വെള്ളമൊക്കെ കുറവാണ് കാട്ടിനകത്ത്. അപ്പോൾ വെള്ളം ഉള്ള സ്ഥലത്താണ് ഇവർ വരുന്നത് വെള്ളം കുടിക്കാനൊക്കെ. ഇവിടെ ഇഷ്ടംപോലെ ആനപ്പിണ്ടമുണ്ട് കേട്ടോ, ഉണങ്ങി കിടക്കുന്നു, പല സ്റ്റേജസിലുണ്ട്. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് വന്നാലുള്ള സീൻ ആലോചിച്ച് നോക്കി. എൻ്റെ അമ്മ, ഇതാണ് ആനക്കല്ല്. ഇവിടെ കംപ്ലീറ്റ് ആനപ്പിണ്ടമാണ്. അതെ, എനിക്ക് ചുറ്റും ആനപ്പിണ്ടമാണ്. ഇവിടെ ഗ്രൂപ്പായിട്ട് പല ആനത്താഴ എന്ന് പറഞ്ഞാൽ വരുന്ന വഴിയാണ്. ഈ സൈഡ് നിന്നൊക്കെ ആന വരുന്ന വഴിയുണ്ട്. അവരെല്ലാവരും കൂടെ വരും, കാട്ടുപോത്തും വരും. എന്നിട്ട് അത് ഇവിടെയാണ് ഇങ്ങനെ ചെളി പോലെ കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അതിൻ്റെ അടിയിലോട്ട് വെള്ളമുണ്ട്. അപ്പോൾ ആന വന്ന് അവിടെ ഇങ്ങനെ ചവിട്ടി നല്ല ഫ്രഷായിട്ടുള്ള ഒരു വെള്ളം ഇങ്ങനെ പൊക്കിയെടുക്കും. എന്നിട്ട് അതിൽ നിന്നാണ് കുടിക്കുന്നത്. ഈ ഏരിയ കംപ്ലീറ്റ് അതാണ്. ആനപ്പിണ്ടം കണ്ടോളൂ, കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. ആനയുള്ള സ്ഥലത്തെല്ലാം കാട്ടുപോത്തും വരും. അതും ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. എപ്പോഴും കാണുന്ന സ്ഥലമാണ്. എപ്പോൾ വേണമെങ്കിലും വരാം കേട്ടോ. ഞാനിവിടെ ഇറങ്ങി നിൽക്കുന്നത് ഡേഞ്ചറസ് ആണ്. എങ്കിലും ഗ്രൂപ്പായിട്ടാണ് വരുന്നത്. പല ദിശകളിൽ നിന്നും വന്ന് ജോയിൻ ചെയ്യുന്നൊരു ഏരിയയാണ്. ഇത് സെൻറ്റർ പോയിൻ്റാണ് അവരുടെ. ഈ വെള്ളത്തിന് പറയുന്നത് ഒരു വെള്ളം അല്ലേ, നല്ല അവർക്ക് ഇഷ്ടമുള്ള വെള്ളം. അതുകൊണ്ട് എന്തോ ഒരു എനർജി ഡ്രിങ്കാണ്.
കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ചെളിയായിട്ട് കിടക്കുന്നു. അങ്ങനെയല്ല, അവർ ചവിട്ടി എടുക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് വരും ഫ്രഷായിട്ട്. അതാണ് എടുക്കുന്നത്, ആ വെള്ളം കുടിക്കുന്നത്. ഇത് ഫോറസ്റ്റുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏറുമാടമാണ്. അത് അവരുടെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. കാര്യം പെട്ടെന്ന് ആനിമൽ അറ്റാക്ക് വരികയാണെങ്കിൽ ഓടി മുകളിലേക്ക് കയറി അവിടെ ഇരിക്കാം സുരക്ഷിതമായിട്ട്. അതിന് വേണ്ടിയിട്ട് പല ഭാഗങ്ങളിലും ഇതുപോലെ ഏറുമാടങ്ങൾ വലിയ മരത്തിൻ്റെ മുകളിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫോറസ്റ്റിൻ്റെ ആൾക്കാർക്ക് പെട്ടെന്ന് ചാടി കയറാം, മരം കയറി മുകളിൽ കയറി രക്ഷപ്പെടാം. നമുക്കത്രയും എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അത് ട്രെയിനിങ് ഇല്ല. പക്ഷേ ഇത് കുറച്ച് സേഫാണ്, നമ്മൾ വന്ന് കാണാം. കംപ്ലീറ്റ് അത് ഇവിടെ മുഴുവൻ ആനപ്പിണ്ടം. അപ്പോൾ ഇന്നലെയും കൂടി ഇവിടെ ആന വന്ന് വെള്ളം കുടിക്കുന്ന കാഴ്ചകൾ കാണാൻ പറ്റുമായിരുന്നു. ഈ സമയമായതുകൊണ്ട് അറിയില്ല, ഇതൊക്കെ ഒരു ലക്കാണ്. ഞാനിപ്പോൾ വന്നു, പക്ഷേ ഏത് സമയത്തുണ്ടെങ്കിലും എല്ലാവരും കൂടി ഗ്രൂപ്പായിട്ട് വരാം കേട്ടോ. എന്തായാലും അധികം നേരം നിൽക്കണ്ടെന്നാണ് പറഞ്ഞത്. തിരിച്ച് ജീപ്പിലേക്ക് കയറാം. അങ്ങനെ ആനക്കല്ല് ആ പോയിന്റിലെത്തി. അത് കഴിഞ്ഞ് ക്യാമ്പ് ഷെഡിൻ്റെ അവിടെ എത്തി. ഇത് ക്യാമ്പ് ഷെഡിൻ്റെ ചുറ്റും കിടങ്ങുണ്ട്, ആനിമൽസ് വരും അല്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു പാക്കേജിൽ വരുന്ന ആൾക്കാർ, ദാറ്റ് ഈസ് ആനക്കല്ല് ജംഗിൾ സഫാരിക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് വന്നിട്ട് വൈകുന്നേരത്തെ റിഫ്രഷ്മെൻ്റ് ഒക്കെ തരും. ഇത് നല്ലൊരു എക്സ്ക്ലൂസീവ് പാക്കേജാണ്. അപ്പോൾ ഞാനാണ് എൻ്റെ തുടക്കം. ഇനി നിങ്ങളെല്ലാവരും വരിക. ആനക്കല്ല് ക്യാമ്പ് ഷെഡ്. ഓക്കെ, എന്ത് വലിയ കിടങ്ങാണ്, ഒരു ആനിമലും അത് കയറില്ല. പക്ഷെ അപ്പോൾ ഇവിടെ എല്ലാം അവരുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഫോറസ്റ്റിൻ്റെ ക്യാമ്പ് ഷെഡിൻ്റെ അകത്താണ്. ഇവിടെ ലൈറ്റ് റിഫ്രഷ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ പഴം, ബ്രെഡ്, ചായ, കട്ടൻ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പം പാക്കേജിൽ കുറച്ചുകൂടി ഗംഭീരമായ സ്നാക്സൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതൊരു തുടക്കമാണല്ലോ, ഞാനാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി ഏതാണ്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. നമ്മൾ ആനക്കല്ലിൽ വന്നാണ് എൻഡ് ചെയ്യുന്നത്. ക്യാമ്പ് ഷെഡിൽ വന്നിട്ട് ഫൈനലായിട്ടുള്ള റിഫ്രഷ്മെൻറ്റ്. അല്ല, ക്യാമ്പ് ഷെഡ് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടി പോകുമ്പോഴാണ് ആനക്കല്ല് വരുന്നത്. ആനക്കല്ലിൽ സാധാരണഗതിയിൽ ഭയങ്കരമായിട്ട് ആനയും ഗ്രൂപ്പായിട്ടാണ് അവിടെ ആ വെള്ളം കുടിക്കാൻ വരുന്നതാണ് അവരെല്ലാം. പിന്നെ അതുപോലെ ആനയുള്ള സ്ഥലത്തെല്ലാം കാട്ടുപോത്തും വരുമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഭയങ്കര ഈ ഒരു കാട്ടിനകത്ത് പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ എക്സ്പെക്റ്റേഷൻസ്, നമ്മളിങ്ങനെ പോകുമ്പോൾ അയ്യോ ഇപ്പോൾ കാണുമെന്ന് നോക്കി പോകുമ്പോൾ അത് അതിലും വലിയ ത്രില്ലിങ് ആണ്. ഞങ്ങൾ വന്ന വഴിക്ക് ആനയെ കണ്ടു കേട്ടോ. പക്ഷേ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയി, കുറേ ഗ്രൂപ്പായിരുന്നു. ഇവിടുന്ന് 2 പേര് അങ്ങോട്ട്, 2-3 പേര് ഇങ്ങോട്ടും പോയി. അപ്പോൾ കൂടുതൽ അവരുടെ ഇടയിൽ കിടന്ന് നമ്മൾ ലോക്കായി പോകും, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് പോകണം. അപ്പം ഫോറസ്റ്റുകാർക്ക് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ അറിയാമല്ലോ, അപ്പോൾ നമ്മളെ ആ രീതിയിലേ കൊണ്ടുപോകുള്ളൂ. അപ്പോൾ ഇനി ഇറങ്ങുന്നു. തിരിച്ച് പോകുന്ന വഴിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇനിയും കാണാം. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ശബനയാണ് എൻ്റെ കൂടെ കംപ്ലീറ്റ് ആയിട്ട് കൂടുതലുണ്ടായത്. പക്ഷേ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത്. കാര്യം ഇതൊരു ആദ്യത്തെ ട്രിപ്പാണ് നമ്മളുടെ, അത് കാരണമാണ് കൂടുതൽ ആൾക്കാർ അക്കമ്പനി ചെയ്ത്. ഒരു വാഹനം. ഇനി നിങ്ങളെല്ലാം വരുമ്പോൾ ഇതൊരു പാറ്റേൺ ആകുമല്ലോ. പാറ്റേൺ ആകുമ്പോൾ ഒരു ജീപ്പിൽ അല്ലേ 6 പേരോ, എത്ര പേരാണ്? 6 മാക്സിമം 6 പേരെയും കൊണ്ടായിരിക്കും പോകുന്നത്. കൂടെ ഒരു ഫോറസ്റ്റ് ഓഫീസ് ഇതുപോലെ കാണും. ശബനെ പോലെ വേറെ ആരെങ്കിലും, അല്ലെങ്കിൽ ശബന തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ ഇതൊക്കെ വലിയ കിടങ്ങൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പാലത്തിലൂടെ, നൂൽപ്പാലത്തിലൂടെ പോവാം. ഇതൊരു വലിയ കിടങ്ങാണ് കേട്ടോ, അതുകൊണ്ട് ഒരു ആനിമലും അങ്ങോട്ട് വരില്ല. അപ്പോൾ ഇവിടെ എല്ലാ ആനിമൽ പ്രസൻസ് ഉള്ള സ്ഥലമാണ്. ഇത് നോക്കി, ഈറ്റ കാട് അല്ലേ, ഇതെല്ലാം ആനയുടെ ഫുഡ് ഏരിയ ആണ്. യെസ്, അപ്പോൾ നമ്മുടെ ജംഗിൾ സഫാരി ഏതാണ്ട് അവസാനിക്കാറായി. ജംഗിൾ കഴിയാണ്. ഇവിടെ കഴിഞ്ഞാൽ പിന്നെ പ്ലാന്റേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബോർഡറിൽ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അത് പക്ഷെ നമുക്കുള്ളതല്ല കേട്ടോ, അത് ഫോറസ്റ്റുകാർക്കുള്ളതാണ്. ഇത് ഫോറസ്റ്റിൻ്റെ ആൾക്കാർക്ക് വരുമ്പോൾ ഒന്ന് വിശ്രമിക്കാൻ അല്ലേ. പിന്നെ ആനിമൽസ് ഓട്ടിച്ചാൽ ഓടി വന്നിരിക്കാം. പക്ഷെ ഇവിടേക്ക് വരില്ലല്ലോ ആനിമൽസ്. ഇവിടെ വരുമോ ആനിമൽസ്? വരും, ഇവിടെയും വരും. ഓക്കെ, പ്ലാന്റേഷൻ തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ. ഓക്കെ, ഈവൻ പ്ലാന്റേഷൻ ഭാഗത്തുമൊക്കെ ആനിമൽസ് വരാറുണ്ട്, ആനയൊക്കെ വരാറുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ജംഗിൾ സഫാരിക്ക് വരുന്നവർക്ക് ഈ ഏറുമാടത്തിൻ്റെ മേളിൽ കയറി അതിനകത്തൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കാണാം, ഫോട്ടോസൊക്കെ എടുക്കാം. അതാണല്ലോ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം അല്ലേ. നല്ല ബ്യൂട്ടിഫുൾ ഏറുമാടം, നല്ല ഹൈറ്റിൽ നോക്കിയാൽ എന്ത് ഭംഗിയുള്ള ഏറുമാടം.
ഇത് ഒരു ആനയ്ക്കും ഒരു ആനിമലിനെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് കയറി സേഫായിട്ടിരിക്കുക. അപ്പോൾ ഈ ഏറുമാടം എന്ന് പറഞ്ഞാൽ വളരെ സേഫ് സോണാണ്, ഇവരുടെയാണ്. പക്ഷേ നമുക്ക് താമസിക്കാനും തരില്ല, നമുക്ക് പോയി കാണാം, കയറി നോക്കുകയൊക്കെ ചെയ്യാം. എനിക്കിപ്പോൾ ഇച്ചിരി ലേറ്റായി, അത് കാരണം ഞാൻ കയറുന്നില്ല. എന്ത് രസമല്ലേ കാട്ടിനകത്തൊരു ഏറുമാടം. ഇവർക്ക് എന്ത് സുഖമല്ലേ, ഫോറസ്റ്റുകാർക്ക് ഇവിടെ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോൾ വാഴച്ചാൽ ഡിവിഷൻ ഓഫീസിൽ നിന്നാണ് ബുക്ക് ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുക. അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും. എന്നിട്ട് എവറി ഡേ ട്രിപ്പ് ഉണ്ടാകും. ജംഗിൾ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസിൽ നിന്നാണ്. എന്നിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ ഒരു 4 to 5 hours ആയിരിക്കും ആ ട്രിപ്പെന്ന് തോന്നുന്നു പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കണ്ട കാഴ്ചകളും ഞാൻ പോയ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്കും സന്ദർശിക്കാം. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിപ്പോൾ പല സ്ഥലത്തും പോകുമ്പോൾ നമുക്ക് മാത്രമായിട്ട് കണ്ട് രസിച്ച് വരുന്ന രീതി. അപ്പോൾ പലരും ചോദിക്കില്ല, അയ്യോ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കില്ലേ. ഇത് പക്ക നിങ്ങൾക്ക് എല്ലാവർക്കും വരാം, സന്തോഷമായിട്ട് വന്ന് എൻജോയ് ചെയ്ത് പോകാം. കാടിനെ ഇഷ്ടപ്പെടുന്നവർ, കാട്ടിലെ മൃഗങ്ങളെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും വരിക. അവർക്കൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നമ്മൾ വളരെ സൈലൻ്റായിട്ട് ഒബ്സർവ് ചെയ്ത് അവരെല്ലാം കണ്ട് ആസ്വദിച്ചിട്ട് പോകും. ഫോറസ്റ്റിൻ്റെ സപ്പോർട്ടോടുകൂടിയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഗാർഡ് ഉണ്ടാകും, ഫോറസ്റ്റിൻ്റെ ജീപ്പ് ആൻഡ് എവറിത്തിങ് പ്രൊവൈഡഡ്. അപ്പോൾ ഗ്രൂപ്പായിട്ട് വരികയാണെങ്കിൽ 6 പേർക്കുള്ള ഗ്രൂപ്പാണ് 10,000 rupees പാക്കേജ്. സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ 2,500 രൂപ. ഈ ജംഗിൾ സഫാരിക്ക് ഇനി അതല്ല ഒറ്റയ്ക്കുള്ള ട്രക്കിംഗ് ആണെങ്കിൽ 1,500 രൂപയുള്ളൂ. 1,500 രൂപ. ഓക്കെ, 1,500. അങ്ങോട്ട് 2.5 മണിക്കൂർ, ഇങ്ങോട്ട് 2.5 മണിക്കൂർ ട്രക്കിംഗ് ഡിസ്റ്റൻസ്. നൈസ്, നല്ല നല്ല പാക്കേജസ് വരുന്നു. അപ്പോൾ നിങ്ങളെല്ലാം പോവുക, ആസ്വദിക്കുക. ഓക്കെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ പരിപാടി ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യാൻ പോകണു. ഇനി കുറച്ച് പ്ലാന്റേഷൻ ഏരിയയിലൂടെ ജീപ്പിൽ പോയിട്ട് ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ എത്തും. അങ്ങനെ ആനക്കല്ല് ജംഗിൾ സഫാരി എല്ലാം കഴിഞ്ഞാൽ തിരിച്ചെത്തി ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇത് ആതിരപ്പള്ളി ഫോറസ്റ്റ് ഓഫീസ്. ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ കാർ ഇവിടെ ഇട്ടിട്ട് ജീപ്പിലാണ് പോയത്. കംപ്ലീറ്റ് ഡസ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഷ്ടംപോലെ പൊടി ഉണ്ടായിരുന്നു ആ വണ്ടി ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ. നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മാസ്കൊക്കെ തരും കേട്ടോ, പേടിക്കണ്ട. അപ്പോൾ എല്ലാവരോടും ഒരു താങ്ക് യു പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിക്കാം. അങ്ങനെ മനോഹരമായ ഒരു ജംഗിൾ സഫാരിക്ക് എനിക്കൊരവസരം ഒരുക്കി തരികയും എന്നോടൊപ്പം വരികയും അതിൻ്റെ ഭാഗമാകാൻ എന്താ പറയേണ്ട, ഒരു നല്ലൊരു ടീമായിട്ട് ഞങ്ങൾക്ക് പോയി അത് എൻജോയ് ചെയ്യാൻ പറ്റി. അതിന് അവസരം ഒരുക്കി തന്ന് ആദ്യം നന്ദി പറയേണ്ട ആരോടാണ്? ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ശ്രീ ഷിബു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഫുൾ ടീം. നമ്മുടെ കൂടെ വന്ന പ്രധാനപ്പെട്ട ആൾ ഷബ്ന ആണ്. പിന്നെ എല്ലാവരും ഉണ്ടായിരുന്നു, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹം വന്നേ അനിൽകുമാർ അല്ലേ? അപ്പോൾ ശ്രീ അനിൽകുമാർ ഉണ്ടായിരുന്നു. എവറിബഡി വാസ് ദെയർ. സെക്ഷൻ ഓഫീസർ അല്ലേ? ഓക്കെ, ഫോറസ്റ്റ് ഓഫീസർ. ഇവരെല്ലാം ഇതാണ് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ഓഫീസർ. ദാറ്റ് ഈസ് ഇത് ആതിരപ്പള്ളി ഫോറസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ നിങ്ങളാണെങ്കിലും ഇവിടെ നിന്ന് തന്നെയായിരിക്കും തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിന് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ, ഓൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെടുക. ഈ ട്രിപ്പിൽ ജംഗിൾ സഫാരിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് വേണ്ടത് ട്രെക്കിംഗ് ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കിട്ടും അല്ലേ, അതിൽ ബന്ധപ്പെട്ടാൽ മതിയല്ലോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, നല്ലൊരു മെമ്മറബിൾ ഡേ ആയിരുന്നു, വളരെ ഇഷ്ടമായി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ പോകുന്നു, തിരിച്ച് ഉള്ള യാത്രയാണ്. അപ്പോൾ ആക്ച്വലി പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പിന് കൂടി കരുതിയാണ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വന്നത് തന്നെ, ഈ ഒരു ഫോറസ്റ്റ് ട്രിപ്പിന് വേണ്ടിയിട്ട്. തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ഞാൻ എൻജോയ് ചെയ്ത പോലെ നിങ്ങൾക്കും എൻജോയ് ചെയ്യാം. പ്ലീസ് ടു കം ആൻഡ് എൻജോയ്. ഇത് നമ്മുടെ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ലൈഫ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർസ് ട്രാവൽ വ്ലോഗ്സ്. ലവ് യു ഓൾ.